ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നും വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി വ്ളോഗുമായിട്ടാണ്. ഇന്നത്തെ വ്ളോഗിൽ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ നേരിട്ട് തന്നെ കണ്ടു നോക്കൂ. കുറച്ച് റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഗസ്റ്റ് ആരാന്നൊക്കെ നിങ്ങൾക്ക് വീഡിയോയുടെ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നല്ലൊരു റിവ്യൂ വീഡിയോ ഉണ്ട്. ഡ്രസ്സിൻ്റെ റിവ്യൂ ആണ്. ഡ്രസ്സ് അബായ അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട് പറയാൻ. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നോക്കണം കേട്ടോ, പറ്റുമെങ്കിൽ. അപ്പോൾ നമുക്ക് വ്ളോഗിലോട്ട് പോകാം. ഓരോ വ്ളോഗും നമ്മുടേത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ രാഗി കുതിർത്ത് വെച്ചിട്ട് പൊടിക്കാൻ വേണ്ടി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം കുതിർന്ന ശേഷം അത് പുറത്ത് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി അത് ഞാൻ കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു 2 കപ്പ് രാഗിയൊക്കെ എടുത്തിട്ട് ഇതുപോലെ പൊടിച്ച് വെച്ചാൽ മതി. നമുക്ക് ദോശ, പുട്ട് അതിലോട്ടൊക്കെ കുറേശ്ശെ പൊടിച്ച് വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഒരുപാട് നമ്മൾ പൊടിച്ച് വെക്കുമ്പോൾ ചിലപ്പം പൂപ്പൽ പിടിക്കും, വേറൊരു മണമൊക്കെ ആയിരിക്കും. അപ്പോൾ എപ്പോഴും കുറേശ്ശെ പൊടിച്ച് വെക്കുന്നു. 1 കിലോ ഒക്കെ പൊടിച്ച് വെക്കുന്നത് കുഴപ്പമൊന്നുമില്ല, ഒരുപാട് പൊടിച്ച് വെക്കേണ്ട. അപ്പോൾ അതാ ഞാൻ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ ദോശയിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ചെറുപയർ ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചെടുത്തിട്ട് ഞാൻ കറി ഉണ്ടാക്കി. അത് മുമ്പത്തെ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബാക്കിയുള്ളത് മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അത് തേങ്ങ, പച്ചമുളക് ഒക്കെ കൂടി ചേർത്തിട്ട് കുറഞ്ഞ വെള്ളത്തിലൊന്ന് വേവിച്ചെടുത്താൽ മതി. ഒരുപാടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാനാണ്, അതിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഗസ്റ്റായിട്ട് മഹബൂളാപ്പാണുള്ളത്. 1-2 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. ഇപ്പം ഇക്കാക്ക് ഡോക്ടറെ അടുത്തേക്ക് പോകാനും സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് വന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പം അൽഹംദുലില്ലാ ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഞാനതൊന്നും വീഡിയോയിൽ ഷെയർ ചെയ്യാത്ത വേറൊന്നും കൊണ്ടല്ല. നമ്മളിങ്ങനെ എപ്പോഴും അതിനെ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്കാണെങ്കിലും ബോറടിക്കും, എനിക്കാണെങ്കിലും അത് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്താണെന്നറിയോ, നമ്മുടെ ഞാവൽപ്പഴമാണ്. അതിപ്പോൾ ഇവിടെ UAE കണ്ടപ്പം വാങ്ങിച്ചതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മൈബോളപ്പോൾ വന്നിട്ട് 2 ദിവസമായി. ഒരു ദിവസം രാത്രിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ഡേ ഡിന്നറിലോട്ടുള്ള തയ്യാറെടുപ്പിൻ്റെ ആ ഒരു വീഡിയോ ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പം രാവിലത്തേതും ഉച്ചത്തേക്കൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഉച്ചത്തേക്ക് ഞാൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഒരുപാട് തവണ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും ചിക്കൻ ഒരു സൈഡ് ഡിഷുമാണ്. നല്ല ടേസ്റ്റുള്ളൊരു സൈഡ് ഡിഷാണ്. നമ്മൾ സാൻഡ്വിച്ച് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ സൈഡ് ഡിഷായിട്ടും കഴിക്കാൻ പറ്റും. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും കോംബോ നല്ല ടേസ്റ്റാണ്. അപ്പം ഈ ചൈനീസ് ഡിഷ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ഒരേ എന്താ പറയുക റെസിപ്പിയൊക്കെ തന്നെ ആയിരിക്കും, ഇൻഗ്രീഡിയൻസും ഒരേപോലെ ആയിരിക്കും. പക്ഷേ ഉണ്ടാക്കുന്ന രീതി ചിലപ്പോൾ ഒന്ന് ഡിഫറെൻ്റ് ആക്കുമ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റും ഡിഫറെൻ്റ് ആവും. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കുഴച്ച് വെച്ചിട്ടുണ്ട്, ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ടുണ്ട്. ഇനി അത് റെഡിയാക്കാനുണ്ട്. അപ്പോഴേക്കും നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ക്യാരറ്റ് ഒരെണ്ണം ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ. പിന്നെ ബീൻസ് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം 3 കളേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു കളർ എടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇതിലോട്ട് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെന്താ, ഇതിലോട്ട് മാച്ചിങ് ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുക. ഇത് മെയിനായിട്ട് നമുക്ക് സാൻഡ്വിച്ച്, അത് ചപ്പാത്തിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ പൊറോട്ടയുടെ അകത്തൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സംഭവമാണ്. സൈഡ് ഡിഷ് ആയിട്ടല്ല, സാൻഡ്വിച്ച് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ്റെ ഫില്ല് വേണം. ഫില്ല് ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 500 ഗ്രാമിൻ്റെ ഒരു പാക്കും പിന്നെ ഒരു ചെറിയ പീസും കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു 1 കിലോൻ്റെ അടുത്ത് ഉണ്ടാവും കേട്ടോ ചിക്കൻ്റെ ഫില്ല്. അപ്പോൾ അതാ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം. ഞാൻ ചപ്പാത്തി ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കുക, നല്ല തിളച്ച വെള്ളത്തിലാണ് കുഴച്ചെടുക്കുക. പിന്നെ ചപ്പാത്തിയിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാറില്ല. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ കറി കൂട്ടിയിട്ടല്ല ചപ്പാത്തി കഴിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ ഉപ്പ് അതിലും കൂടി ചേർക്കട്ടെ വിചാരിച്ചിട്ട് ചേർക്കാറില്ല. പക്ഷെ അതുകൊണ്ടൊരു ടേസ്റ്റിലൊന്നും ഇവിടെ ആർക്കും മനസ്സിലാവാറൊന്നുമില്ല. അതുപോലെ പൊടിയൊന്നും ചേർക്കാണ്ട് ഞാൻ പരത്തിയെടുക്കുക, മാക്സിമം പൊടി ചേർക്കാണ്ട് പരത്തിയെടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ഡേ ഈവനിങ് വരെ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവും. അതുപോലെ കാസറോളിൽ ചൂടോട് കൂട്ടി തന്നെ ഇട്ട് വയ്ക്കും.
അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിടക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോന് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ഉണ്ട്. നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതിന് പിറ്റത്തെ ഡേ വരെ വെക്കുകയാണെങ്കിൽ ചപ്പാത്തി ഉണ്ടെങ്കിൽ അത് നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. ഇങ്ങനെ കാസ്ട്രോൾ തന്നെ വെച്ചാൽ മതി, ഡ്രൈ ആക്കാണ്ടിരുന്നാൽ മതി പുറത്ത് വെച്ചിട്ട്. ഒക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പിന്നെ ഇങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അതൊന്നും ഷെയർ ചെയ്യാത്ത കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ തയ്യാറാക്കി എടുക്കുക. അതിനായിട്ട് പാൻ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മാത്രം മതി കേട്ടോ. അതിലോട്ട് നമ്മൾ ചിക്കന് ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മാത്രം മതി കേട്ടോ. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ വൈറ്റ് കളറിലൊന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ. എന്നിട്ട് വേണം നമുക്ക് ഇതിലോട്ട് സോസ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലോട്ടുള്ള സോസ് എന്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ പെരി പെരി സോസ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇവിടെ ഉള്ളതുകൊണ്ട് ചേർത്ത് കൊടുക്കും. മീഡിയം സ്പൈസി ആയിട്ടുള്ള പെരി പെരി സോസാണ്. പിന്നെ കുറച്ച് മുളക് പൊടി ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. പിന്നെ പഞ്ചസാര ഒരു 1/4 ടീസ്പൂൺ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഈ ഒരു സോസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. എന്നാലും ഇതിൻ്റെ കളറെന്ന് പറയുന്നത് ഒരു ലൈറ്റ്, ഒരു അധികം ഡാർക്കായിട്ടുള്ള റെഡ് കളറൊന്നുമല്ല, ലൈറ്റ് കളറിലായിരിക്കും ഉണ്ടാവുന്നത്. ഞാൻ കുറച്ചുകൂടെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സോസിൽ ഈ ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ. അപ്പോൾ ചിക്കൻ ഏകദേശം കുക്കായി കഴിഞ്ഞാൽ മാത്രം ഇതിലോട്ട് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഫ്രൈഡ് റൈസ് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് ഇതാ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. പിന്നെ സാധാരണ നമ്മളിതുപോലത്തെ ചിക്കൻ സൈഡ് ഡിഷൊക്കെ സോസൊക്കെ വെച്ചിട്ടുള്ള ഉണ്ടാക്കുമ്പം ചിക്കന് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ സോസ് കുക്ക് ചെയ്യും. അതിനുശേഷം ഈ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കല്ലേ. അപ്പം ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റാട്ടോ, വെറുതെ പറയല്ല, നല്ല ടേസ്റ്റാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. രണ്ടിനും ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഇൻഗ്രീഡിയൻസ് ഒന്ന് തന്നെയാണെങ്കിൽ പോലും ടേസ്റ്റ് വൈസ് ഡിഫറെൻ്റ് ആണ്. ഇത് നല്ല കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഹെൽത്തിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റാണ് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് സാൻഡ്വിച്ച് പോലെ കഴിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ സൈഡ് ഡിഷ് പോലെ കഴിക്കാം. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കുകയോ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പെരി പെരി സോസും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാവും. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അതിന് പകരം മുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. ഉപ്പും പുളിയൊക്കെ നല്ല ബാലൻസ് ചെയ്തിട്ട് വരണം കേട്ടോ. പഞ്ചസാരക്കാർ സോസിൽ അതൊന്ന് ശരിയാക്കി എടുത്താൽ മതി. ഇതിലിപ്പം വെജിറ്റബിൾസൊക്കെ ചേർത്തുകൊണ്ട് തന്നെ വെജിറ്റബിൾസിനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ. കാരണം ആ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ വെജിറ്റബിൾസിലും കിട്ടും. അപ്പോൾ ഈ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാൻ മറക്കേണ്ട ഇതിലോട്ട്. ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റും ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഡിന്നറിനൊക്കെ നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഭയങ്കര ടേസ്റ്റുമാണ്. പിന്നെ പലരും പറഞ്ഞിരുന്നു വെണ്ടയ്ക്ക നിങ്ങളുടെ ദേശീയ വെജിറ്റബിൾ ആണോ എന്ന്. വെണ്ടയ്ക്ക ഇവിടെ എന്നും ഉണ്ടാക്കും കേട്ടോ ഇക്കാക്ക്. ഇത് റോസും ഇവിടെ വെക്കേഷനൊക്കെ ആയിട്ട് വെറുതെ ഇരിക്കില്ലേ. അപ്പോൾ റോസ് ഓരോന്ന് നെറ്റ് നോക്കിയിട്ട് ഓരോന്ന് ഉണ്ടാക്കി ഇവിടെ ട്രൈ ചെയ്യലാണ്. അപ്പോൾ ഇതെനിക്ക് കുറച്ച് ഇഷ്ടമായി. ഇവിടെ പലതും ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയത്, പക്ഷേ ഇതെനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഒന്ന് വീഡിയോയിൽ ഷൂട്ട് ചെയ്തതന്നേ ഉള്ളൂ. കുറേ ദിവസമായി ഉണ്ടാക്കി വെച്ചിട്ട് കേട്ടോ. അവൾക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ലാത്തതുകൊണ്ട് തന്നെ ഇതുപോലെ ഓരോ സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഫുഡൊക്കെ റെഡിയാക്കി ടേബിളിൽ വെച്ചിട്ട് ഇതാ മൈബുളാപ്പനെ വെയിറ്റ് ചെയ്യായിരുന്നു. പുറത്ത് പോയതായിരുന്നു. ഇന്ന് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുള്ളത്. കട്ടനും മതി എന്ന് പറഞ്ഞു എല്ലാവരും. അപ്പോൾ കട്ടനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇക്ക ഇവിടെ സൈഡിലിരിക്കുന്നുണ്ട് കേട്ടോ. ഇക്ക വീഡിയോയിൽ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് മാറിയിരുന്നതാണ്. എപ്പോഴും ഇക്കാനെ കാണിക്കലില്ലേ, ഇനിയിപ്പം മൈബുളാപ്പനെ കാണിച്ചോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് റെസിപ്പി വിശേഷങ്ങളും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. ഇനി ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ നീതി ലാബിൽ പോയിരുന്നല്ലോ, കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നല്ലോ നീതി ലാബ് ദുബായിലുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം അത് ആ ഒരു വീഡിയോ എടുത്ത ശേഷം പിന്നെ ഞാൻ ഈ ഒരു സ്ഥലത്തോട്ടാണ് പോയത്. അപ്പം ഒരു ദിവസത്തിന് 2 വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടി ഒന്നിൽ കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇതിപ്പോൾ വേറെ ദിവസം കൊടുക്കാനാക്കിയതാണ്. അപ്പം ഇതിപ്പം എവിടെയെന്ന് വെച്ചാൽ ദുബായിൽ മദീന മോളിൻ്റെ അകത്താണ്. നമ്മളിപ്പോൾ പോകുന്നത് മൊഹബത്ത് ഫാഷനിലോട്ടാണ് കേട്ടോ. മൊഹബത്ത് അബായസിൻ്റെ തന്നെ പുതിയൊരു ഷോപ്പാണ്, മൊഹബത്ത് ഫാഷൻ എന്നാണ് പേര്.
ദുബായ് മുഹസിനിലുള്ള മദീന മോളിൽ സെക്കൻഡ് ഫ്ലോറിലാട്ടോ ഈ മുഹബത്ത് ഫാഷൻ ഉള്ളത്. ഇവിടെ തന്നെ മുഹബത്ത് അബായസിൻ്റെ വേറൊരു ഷോപ്പും കൂടി ഉണ്ട് കേട്ടോ. മുഹബത്ത് അബായസ് വേറെ ഉണ്ട്, ഇത് മുഹബത്ത് ഫാഷനാണ്. അപ്പോൾ ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുരിദാർ, പാർട്ടി വെയർ, ഗൗൺ, അതുപോലെ പാകിസ്ഥാനി സ്യൂട്ട്സ്, പിന്നെ കുട്ടികളുടെ കളക്ഷൻസ്, കുട്ടികളുടെ ബേബി ഗേൾസിനുണ്ട്, ബേബി ബോയ്സിനുള്ള കളക്ഷൻസ് ഉണ്ട്, ഹിജാബ്സ്, പിന്നെ അബായസ്, അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ. അത്യാവശ്യം ലേഡീസിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ലേഡീസിനുള്ള അബായസ് ഉണ്ട്, ചുരിദാറുണ്ട്, ഗൗണുണ്ട്, പാർട്ടി വെയർസ് ഉണ്ട്, കുട്ടികളുടെ കളക്ഷൻസ് ഉണ്ട്, പിന്നെ കുട്ടികളുടെ ബോയ്സും ഗേൾസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടെ വരാൻ പറ്റുമെങ്കിൽ വന്നിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ ജീൻസ്, ജഗ്ഗിങ്സ്, അങ്ങനെയുള്ള കുറേ കളക്ഷൻസ് ഉണ്ട്. ജീൻസിലോട്ട് ഇടാൻ പറ്റുന്ന ഷോർട്ട് ടോപ്സും ഷർട്ട്സ്, അങ്ങനെയുള്ള കുറേ കളക്ഷൻസൊക്കെ കണ്ടു. അതൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എല്ലാം കൂടി നിങ്ങളെ കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും നിങ്ങളിവിടെ വന്നിട്ട് തന്നെ നോക്കുക. പിന്നെ ഹിജാബ്സിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട്. ആദ്യം നമുക്ക് അബായസിലോട്ട് പോവാം. എനിക്കിഷ്ടപ്പെട്ട കുറച്ച് മോഡൽസ് കാണിച്ചു തരാം. കാരണം ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഫുള്ളിങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എല്ലാം കൂടി കാണിക്കുമ്പോൾ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആവും. അപ്പോൾ ഞാൻ കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ബ്ലൂയിലാണ് തുടങ്ങിയിട്ടുള്ളത്. ബ്ലൂ കാണുമ്പോൾ നമുക്ക് വേഗം ഒന്ന് എന്താ പറയുക, എടുക്കാൻ തോന്നൂലേ ആ ഒരു കളർ. നല്ല ഭംഗിയുള്ള കളേഴ്സിൽ നല്ല ഭംഗിയുള്ള മോഡലൊക്കെ ഉണ്ട്. പിന്നെ പതിവ് പോലെ തന്നെ ബ്ലാക്കിൽ ഒരുപാട് അബായ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാനതൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം ബ്ലാക്കിൽ കാണിക്കുമ്പോൾ നമുക്ക് വീഡിയോയിൽ കണ്ട് വ്യക്തമായിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ കളറിലുള്ളത് കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് കളേഴ്സിൽ നല്ല പാർട്ടി വെയർ അബായസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇമാറാത്തി അബായസ് ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ നോർമൽ എന്താ പറയുക, നമ്മൾ സാധാരണ കാണിക്കുന്ന അബായസൊക്കെ ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ ഇമാറാത്തി അബായസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത് ലാസ്റ്റ് കാണിക്കാം. അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടുന്ന് എടുത്തിട്ടുള്ള വീഡിയോസ് എടുത്തിട്ടുള്ള അബായസിൻ്റെ വീഡിയോസ് ഞാൻ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യാം കേട്ടോ. അതെനിക്ക് ഇട്ടിട്ട് വീഡിയോ എടുക്കാനുള്ള നേരം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ആദ്യം ഇവിടുത്തെ അബായസൊക്കെ ഒന്ന് കാണിക്കട്ടെ, എന്നിട്ട് ഇമറാത്തി അബായസ് കാണിച്ചു തരാം. അതിൻ്റെ ബാക്ക് സൈഡിലുള്ള ബ്ലാക്ക് കളേഴ്സ് ഇല്ലേ, അത് ആ ബാക്ക് സൈഡിൽ ഹാങ് ചെയ്തിട്ടുള്ളതൊക്കെ ഇമറാത്തി അബായസാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ മുഹബത്ത് അബായസിൻ്റെ അബായസൊക്കെ നിങ്ങൾക്ക് നാട്ടിലും നിങ്ങൾക്ക് അവൈലബിൾ ആകും. കാരണം നാട്ടിലും അവർക്ക് ഷോറൂമുണ്ട്, പ്ലസ് അതിൻ്റെ കൂടെ ഇവിടുന്ന് ഡെലിവറി ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ അവരോട് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ താഴെ അവരുടെ കോൺടാക്റ്റുള്ള നമ്പർ കൊടുക്കാം. ഇവിടെ UAE-ലുള്ളവർ തീർച്ചയായിട്ടും ഇവിടെ ഷോപ്പിൽ വന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. കാരണം ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കളക്ഷൻസൊക്കെ കാണാൻ പറ്റുള്ളൂ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇത് അബായ ഷോപ്പല്ല, ഇത് എന്താ പറയുക, പാർട്ടി വെയർ ഗൗൺസ് അങ്ങനെയുള്ള ഐറ്റംസുള്ള ഫാഷൻ, മുഹബത്ത് ഫാഷനാണ്. ഇവിടെ ഞാൻ അബായസ് കാണിക്കാൻ കാരണം വേറെ ഒന്നുമില്ല, ഇവിടുത്തെ ഓണർ ജലീന എത്തിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ. അപ്പോൾ ഞാൻ ഷൂട്ടിങ് തുടങ്ങിയതായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്ത ശേഷമാണ് ജലീന വന്നത്. അപ്പോൾ ജലീന പ്രത്യേകം പറഞ്ഞിരുന്നു ഇത് മുഹബത്ത് ഫാഷനാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമുക്ക് ചുരിദാർ, അതുപോലെ പാർട്ടി വെയർസ്, ഗൗൺസ് അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അബായസ് എന്തായാലും നമ്മൾ ഓൾറെഡി കുറേ ചെയ്തിട്ടുണ്ടല്ലോ മുഹബത്ത് അബായസിൻ്റെ തന്നെ. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അബായ കാണാൻ. അപ്പോൾ ഞാനേതായാലും വീഡിയോ ഷൂട്ട് ചെയ്തല്ലോ, അതുകൊണ്ട് കാണിക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ വ്യൂവേഴ്സിനാണെങ്കിലും അബായസൊക്കെ കാണിക്കുന്നത് ഇഷ്ടമാണല്ലോ. അപ്പോൾ നല്ലത് കാണുമ്പോൾ നമ്മൾ എന്തായാലും ഷെയറും ചെയ്യണ്ടേ. അപ്പോൾ നമ്മുടെ മുഹബത്ത് അബായസിൻ്റെ ഫൗണ്ടർ വന്നിട്ടുണ്ട്. ജലീനയാണത്, അവരുടെ മോനാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഇമാറാത്തി അബായ കളക്ഷൻസ് ഉണ്ടെന്ന്. ഇതൊക്കെയാണ് ആ ഒരു കളക്ഷൻസിൽ പെട്ട അബായസ് കേട്ടോ. നല്ല ഭംഗിയുള്ള തുണിയാണ്, നല്ല രസമുണ്ട് കാണാൻ, നല്ലൊരു ലുക്ക് വരുന്ന അടിപൊളി കളക്ഷൻസാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാതും. ഇമാറാത്തി കളക്ഷൻസ്, മറക്കേണ്ട പേര്. അപ്പോൾ ബ്ലാക്ക് അബായസിൽ തന്നെ ഈ ഇമാറാത്തി കളക്ഷൻസ് ഒരു പ്രത്യേക രസമാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ആ ഒരു ഡിസൈനൊക്കെ. ബ്ലാക്ക് ഒന്നും എനിക്ക് കറക്റ്റായിട്ട് നമ്മുടെ വീഡിയോയിലാണ്ട് കിട്ടുന്നില്ല, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ഇമാറാത്തി കളക്ഷൻസിൽ വരുന്ന അബായസ്. ഇതിൽ കളേഴ്സിലും വരുന്നുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്തായാലും ഇട്ടിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് വ്ളോഗിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് നേരം കിട്ടാത്തതുകൊണ്ടാണ്.
അപ്പോൾ എന്തായാലും നിങ്ങൾ കളക്ഷൻസ് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഇട്ട് കഴിഞ്ഞാലേ നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യാം മാക്സിമം. അപ്പം ഇത് വേറൊരു തുണിയാണ് കേട്ടോ, ഒരു പ്രത്യേക തരം തുണിയാണ്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇട്ടാൽ തന്നെ നല്ലൊരു ലുക്കാണ് ഇങ്ങനത്തെ പായസമൊക്കെ ഇട്ടാൽ. പിന്നെ കളേഴ്സിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഡിസൈനുള്ള നല്ല ഭംഗിയുണ്ട്. ഈ മറാത്തി കളക്ഷൻസിൽ തന്നെ ഇതാ ഈ ഒരു അബായ കണ്ടോ, നല്ല ഭംഗിയുണ്ട്. കളർ ഇതിൽ എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഇതാ ഈ കാണുന്ന കളറാണ്, നല്ല ഒരു സിമ്പിൾ കളറാണ്, നല്ല ഭംഗിയുള്ള തുണിയൊക്കെയാണ്. പിന്നെ ഇതൊക്കെ ഈ മറാത്തി കളക്ഷൻസിൽ വരുന്നതാണ്. ഇതിലൊക്കെ ചിലതിലൊക്കെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ വർക്ക് വരുന്നുണ്ട്. ഇതാ ഗ്രീനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഇവിടുന്ന് ഒരുപാട് വ്യൂവേഴ്സിനെ കാണാൻ പറ്റിയിട്ടോ. ചിലരൊന്നും വീഡിയോയിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചില്ല. അപ്പോൾ ഒരുപാട് പേരെ കണ്ടു, ഒരുപാട് സന്തോഷം. ഇനി നമുക്ക് ചുരിദാർ ഐറ്റംസിലോട്ട് പോവാം കേട്ടോ. ഇതൊക്കെ 3 പീസ് ചുരിദാർ സെറ്റുകളാണ്. ഞാൻ എല്ലാം കൂടി കാണിച്ചിട്ട് നമുക്ക് ചിലപ്പം ഒരുപാട് വീഡിയോ ലെങ്തി കൂടിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി കാണിക്കുന്നൊന്നുമില്ല. ആ കാണുന്ന കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ചുരിദാറിൽ തന്നെ. ചുരിദാർ, ഗൗണ്, പാർട്ടി വെയർസ്, അതുപോലെ പാകിസ്ഥാനി സ്യൂട്ട്സ്, പിന്നെ മോഡസ്റ്റ് വെയർസ്, അങ്ങനെയുള്ള ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഇത് ആലിയ കട്ടിൽ വരുന്നൊരു കളക്ഷനാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുള്ള പാകിസ്ഥാനി സ്യൂട്ട്സുകളുണ്ട് കേട്ടോ. ഇത് അങ്ങനത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനത് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എനിക്ക് എടുക്കാനൊരു മടിയാണ്. വെറുതെ നമ്മൾ എടുത്തിട്ട് വേസ്റ്റാക്കി വെക്കണ്ടല്ലോ. നല്ല ഭംഗിയായിട്ടോ അത് കാണാൻ. ഇതൊക്കെ ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഒന്നും ഇടാറില്ല. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. അല്ലെങ്കിൽ ഞാൻ എടുക്കുമായിരുന്നു കേട്ടോ. എനിക്കെപ്പോഴും അബായാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ യൂസ് ചെയ്യാൻ. ഇതൊക്കെ നല്ല രസമുണ്ട് കാണാനേ. പിന്നെ ഇതുപോലെ ലോങ് ടോപ്പുകളുണ്ട് കേട്ടോ. ഫുൾ സ്ലീവിൻ്റെ, മുക്കാൽ സ്ലീവ് വരുന്നതുകൊണ്ട് ഫുൾ സ്ലീവ് വരുന്നതുകൊണ്ട് ലോങ് ടോപ്പുകളുണ്ട്. പിന്നെ പ്രൈസും അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ UAE-ലുള്ളവർ ഇതുപോലെയുള്ള ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും വന്ന് നോക്കുക, വിസിറ്റ് ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കണം. ഇതൊക്കെ റീന്യൂവിന് പറ്റിയ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഫുൾ സ്ലീവിൻ്റെ തന്നെ ലോങ് ടോപ്പുകളുണ്ട്, ഫുൾ സ്ലീവിൻ്റെ എന്താ പറയുക ഷോർട്ട് ടോപ്പുകളുണ്ട്. അങ്ങനെയുള്ള ഗൗണുകളൊക്കെ റീന്യൂവിന് പറ്റിയ കുറേ കളക്ഷൻസ് ഇവിടെ കണ്ടു. സാധാരണ ഞാൻ പറയാറുണ്ടല്ലോ, റീന്യൂവിന് അങ്ങനെ അധികം ഷോപ്പിൽ നിന്നും കിട്ടാറൊന്നുമില്ല. അപ്പം ആ ഒരു ഏജിലുള്ള കുട്ടികൾക്കൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ ജീൻസ്, നേരത്തെ പറഞ്ഞല്ലോ ജഗ്ഗിങ്സ്, അങ്ങനെ പാൻസ്, അതിനുള്ള ടൈറ്റ്സ്, അതിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജലീനെ നിർബന്ധിച്ചുകൊണ്ട് ഞാനൊരു പാർട്ടി വെയർ ഡ്രസ്സും കൂടി എടുത്തിട്ടുണ്ട്. ഇതാണത് കേട്ടോ. എനിക്ക് കുറച്ച് കംഫർട്ടബിളായി തോന്നിയത് ഇതാണ്. പിന്നെ ഭയങ്കരമായിട്ട് വർക്കുകളൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അവിടുന്ന് ഒരു ഉമ്മനെ കണ്ടു. അപ്പോൾ ഉമ്മ വീഡിയോയിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മ ആദ്യം സംസാരിച്ചിരുന്നു എന്നോട്. പിന്നെ നിൽക്കണ്ട, വീഡിയോയിൽ തന്നെ കാണിക്കേണ്ടെന്ന് പറഞ്ഞു. പിന്നെ മക്കളൊക്കെ പറഞ്ഞു ഉമ്മ ഭയങ്കര ഫാനാണ്, അപ്പോൾ ഉമ്മ എന്തായാലും വീഡിയോയിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് നിന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.